തമിഴ് സിനിമയ്ക്ക് കളക്ഷൻ പൊങ്കൽ. തമിഴ് സിനിമയ്ക്ക് 2014 തുടക്കം തന്നെ ഗംഭീരമാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു റിലീസായ 2 ചിത്രങ്ങളും മിന്നുന്ന പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. തമിഴകത്തിന്റെ തലയും ദളപതിയും നേർക്കുനേർ വന്ന പൊങ്കൽ മത്സരത്തിൽ ആർക്കും തോൽവിയില്ല എന്നതാണ് ശ്രദ്ധേയം. ഇതിനു മുൻപ് പലതവണ ഇരുവരുടെയും ചിത്രങ്ങൾ പൊങ്കലിന് നേർക്കുനേർ വന്നു. എങ്കിലും അപ്പോഴെല്ലാം വിജയ് ചിത്രങ്ങളാണ് വിജയിച്ചത്. ഏറ്റവും അവസാനം 2007 ഇരുവരുടെയും ചിത്രങ്ങൾ പൊങ്കലിന് റിലീസായി പുറത്തുവന്നത്. വിജയ് നായകനായ പോക്കിരിയും അജിത്തിന്റെ ആൾവാറും. പോക്കിരി തമിഴ് സിനിമ കണ്ട മഹാവിജയമായപ്പോൾ ആൾവാർ 8 നിലയിൽ പൊട്ടുകയായിരുന്നു. എന്നാൽ ഇത്തവണ കഥയാകെ മാറി. ഇപ്പോൾ ജില്ലയും വീരവും ഹിറ്റായി കഴിഞ്ഞു. 2 ചിത്രങ്ങൾക്കും റിലീസായ ഇടങ്ങളിലെല്ലാം ഗംഭീര വരവേൽപ്പാണ് ലഭിക്കുന്നത്. എന്നാൽ വിജയത്തിന്റെ കാര്യത്തിൽ ജില്ലയാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് നിസ്സംശയം പറയാം. മലയാള ചിത്രങ്ങൾക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത ആദ്യതല കളക്ഷനാണ് ജില്ലയ്ക്ക് ലഭിച്ചത്. 2.6 കോടി രൂപയാണ് കേരളത്തിലെ ജില്ലയുടെ ആദ്യദിന കളക്ഷൻ. കൂടാതെ റിലീസായി ആദ്യ വാരാന്ത്യത്തിൽ ജില്ലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ക്രോസ് കളക്ഷൻ 20.5 കോടി രൂപയാണ്. അതേസമയം വീരവും മോശമാക്കിയില്ല. മലയാളത്തിൽ മുൻപിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ വല്യേട്ടന്റെ വേറൊരു പതിപ്പായ വീരം ആദ്യ ദിനത്തിൽ 1 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത്. ചിത്രം ഇതേവരെ 18.5 കോടി രൂപ കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും തല ദളപതി ചിത്രങ്ങൾ വിജയം നേടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തുതന്നെയായാലും തമിഴ് സിനിമയ്ക്ക് ഈ വർഷം നല്ല തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല സൂപ്പർ താരങ്ങളിലെ ഒരു പിടി ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഈ വർഷം റിലീസ് ചെയ്യാനിരിക്കുകയാണ്. തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായ കൊച്ചിടിയാൻ, കമലഹാസന്റെ വിശ്വരൂപം 2, വിക്രം നായകനായ ശങ്കർ ചിത്രം ഐ, സൂര്യ ലിംഗുസ്വാമി ചിത്രം ഇവയെല്ലാം ആരാധകരെ ഇളക്കിമറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ഈ വർഷം തമിഴ് സിനിമയ്ക്ക് ലാഭങ്ങളുടെ വർഷമായിരിക്കും.